LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് പരിസര പഠനമാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആര്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: എ സരോജിനി നായിഡു, ബി അരുണ ആസിഫ് അലി, സി റാണി ലക്ഷ്മിബായി, ഡി അക്കാമ ചെറിയാൻ. ഉത്തരം ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഓപ്ഷൻസ്: എ ജവഹർലാൽ നെഹ്റു, ബി രാജഗോപാലാചാരി, സി ഡോക്ടർ BR അംബേദ്കർ, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. മൂന്നാമത്തെ ചോദ്യം, ദേശീയ നിയമദിനം എന്നാണ്? ദേശീയ നിയമദിനം എന്നാണ്? ഓപ്ഷൻസ്: എ നവംബർ 25, ബി ജനുവരി 26, സി നവംബർ 26, ഡി ജനുവരി 25. ഉത്തരം ഓപ്ഷൻ സി നവംബർ 26. ദേശീയ നിയമദിനം നവംബർ 26-നാണ്. ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ്? ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ്? ഓപ്ഷൻസ്: എ 1948 ജനുവരി 31, ബി 1948 ഒക്ടോബർ 2, സി 1948 ജനുവരി 30, ഡി 1948 ഒക്ടോബർ 3. ഉത്തരം ഓപ്ഷൻ സി 1948 ജനുവരി 30. ഗാന്ധിജി മരിച്ചത് 1948 ജനുവരി 30-നാണ്. അഞ്ചാമത്തെ ചോദ്യം, കേരള നിയമസഭ പ്രവർത്തിക്കുന്നത് എവിടെ? കേരള നിയമസഭ പ്രവർത്തിക്കുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻസ്: എ തൃശ്ശൂർ, ബി കൊച്ചി, സി കോഴിക്കോട്, ഡി തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരം. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ആറാമത്തെ ചോദ്യം, അംബേദ്കർ ജയന്തി എന്നാണ്? അംബേദ്കർ ജയന്തി എന്നാണ്? ഓപ്ഷൻസ്: എ ഒക്ടോബർ 2, ബി ജനുവരി 9, സി ഏപ്രിൽ 14, ഡി നവംബർ 14. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഏപ്രിൽ 14. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14-നാണ്. ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തുല്യ അവകാശം തരുന്ന ഭരണഘടനയിലെ ഭാഗം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തുല്യ അവകാശം തരുന്ന ഭരണഘടനയിലെ ഭാഗം. ഓപ്ഷൻസ്: എ ഉള്ളടക്കം, ബി മൗലിക കർത്തവ്യങ്ങൾ, സി കൺകറൻറ്റ് ലിസ്റ്റ്, ഡി ആമുഖം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കൺകറൻറ്റ് ലിസ്റ്റ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തുല്യ അവകാശം തരുന്ന ഭരണഘടനയിലെ ഭാഗമാണ് കൺകറൻറ്റ് ലിസ്റ്റ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻസ്: എ ജമ്മു കാശ്മീർ, ബി പഞ്ചാബ്, സി ഗോവ, ഡി കേരളം. ഉത്തരം ഓപ്ഷൻ എ ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: എ കേരളം, ബി ജമ്മു കാശ്മീർ, സി ഗോവ, ഡി ഡൽഹി. ഉത്തരം ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ. ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിനെയാണ്. പത്താമത്തെ ചോദ്യം, സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരെ? സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരെ? ഓപ്ഷൻസ്: എ ബിപിൻ ചന്ദ്രപാൽ, ബി ഭഗത് സിംഗ്, സി ചന്ദ്രശേഖർ ആസാദ്, ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭഗത് സിംഗ്. സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഭഗത് സിംഗിനെയാണ്.